സങ്കീർത്തനങ്ങൾ 89:15 ജയഘോഷം അറിയുന്ന ജനത്തിനു ഭാഗ്യം. യഹോവേ, അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി പകൽ മേഘസ്തംഭവും രാത്രി വെളിച്ചം നൽകാൻ അഗ്നിസ്തംഭവും അവരെ വഴി നടത്തി. യെരുശലേമിന്റെ മതിൽ പണിത് തീർത്തപ്പോൾ എസ്രാ പുരോഹിതൻ ജനത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. ദൈവവചനം കേട്ട ജനങ്ങൾ സന്തോഷിക്കുകയും ദൈവസാന്നിധ്യത്തിൽ വലിയ ജയഘോഷത്തോടെ ഉത്സവം ആഘോഷിക്കുകയും യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവെന്ന് ഓർമ്മിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നടന്നു. യെശയ്യാവ് 2:5 യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. 36 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ എന്ന്. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കൾ കാണുകെ നമ്മുടെ തല ഉയർത്തും. ജയഘോഷയാഗങ്ങളെ നാം അർപ്പിക്കും. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുവാൻ ദൈവത്തിന്റെ മുഖപ്രസാദം ഏവരുടെ മേൽ ഉദിക്കുമാറാകട്ടെ. ആമേൻ.